So my friends, my sisters and brothers of Kerala, എൻ്റെ സുഹൃത്തുക്കളെ, കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, you belong to one of the most beautiful states of our country. നിങ്ങൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മനോഹരമായ ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന, സംസ്ഥാനത്ത് സ്വന്തമായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. You have made all of us so proud because of your tradition of harmony, of peace, of hard work, your natural beauty of your surroundings, your culture. നിങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം ഇവിടുത്തെ സമാധാനം, സാഹോദര്യം, ഒത്തൊരുമ, അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും സമാധാനമായിട്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കഠിനാധ്വാനം, അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ ഇവിടുത്തെ സ്വാഭാവിക സൗന്ദര്യം, ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ കേരളത്തെ ഓർത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനമുണ്ട്. നിങ്ങൾ ഞങ്ങളെ അഭിമാനിക്കാൻ പ്രാപ്തരുമാക്കി തീർക്കുന്നു. And I think that the whole country looks towards you when you take the decision of whom you are going to elect as your government, because you are also the most educated people and the most educated state in our country. അത് മാത്രമല്ല, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആരെയാണ് നിങ്ങളുടെ ഗവൺമെന്റായി തെരഞ്ഞെടുക്കുന്നത്, നിങ്ങളുടെ സർക്കാരായി നിങ്ങൾ ആരെയാണ് തെരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന തീരുമാനമെടുക്കുമ്പോൾ ഈ രാജ്യം മുഴുവൻ നിങ്ങളെ ഉറ്റുനോക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ രാജ്യത്തെ ഏറ്റവും വിദ്യാസമ്പന്നരായ ആളുകളുള്ള, ഏറ്റവും വിദ്യാസമ്പന്നമായ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഈ രാജ്യം മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ ഉറ്റുനോക്കുന്നു. So when your election comes along, it is not just Kerala you decide for. It is not just your future, but you set the path for the rest of the country. The whole country watches you and sees the manner in which you decide and the manner in which you want politics to take place in your state. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുന്നത്, നിങ്ങൾ ഏത് ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. കാരണം നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഈ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തിന്റെ മുഴുവൻ ഭാവിക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് എന്ന് ഈ രാജ്യത്ത് രാഷ്ട്രീയം എങ്ങനെ മുൻപോട്ട് പോകണം എന്നത് തീരുമാനിക്കുന്നത് കൂടിയാണ്. You know that in 1921 it was the Congress party in Kerala that gave a call for the United State of Kerala. നിങ്ങൾക്കറിയാം, 1921 കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ് സംയുക്ത കേരളം എന്ന ആശയത്തിന് അതിനു വേണ്ടിയിട്ടുള്ള മുൻകൈ എടുത്തത്. Today this 100-year-old Congress party has taken the decision of fielding more than 50% of our candidates who are youngsters between the age of 30, 40 and 50. ഇന്ന് 100 വർഷങ്ങൾക്ക് ശേഷം, rather 20, 30 and 40. ഇന്ന് 100 വർഷങ്ങൾക്ക് ശേഷം 2021 കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നമ്മുടെ സ്ഥാനാർത്ഥി നിരയിൽ 50% യുവജനങ്ങളെ, 30-നും 40-നും 50-നും ഇടയിലുള്ള 50% യുവജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് മുൻപിൽ സ്ഥാനാർത്ഥികളായി കൊണ്ടുവരിക എന്ന വലിയ തീരുമാനം എടുത്തിട്ടുണ്ട്. I am here today to talk to you about the future of Kerala and the future of India. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാനാണ്, ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാനാണ്. Your greatest strength is the people of Kerala, all of you, all those sitting here today and all those listening to me. It is you who have built the coir industry, the rubber industry, the cashew industry. It is our women, the women of Kerala especially, who work hard towards the future of Kerala. Even fishermen who go to the seas, they work hard for the future of Kerala. They toil. The farmers of Kerala toil in the rice fields, and the workers of Kerala build the economy of Kerala, whether it is in Kerala or outside the state and outside the country. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ചാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ചാണ്. കേരളത്തിലുള്ള നിങ്ങൾ ഓരോരുത്തരുമാണ് കയർ വ്യവസായത്തിന്റെ ഭാഗമായി പ്രവർത്തിയെടുക്കുന്നത്, കശുവണ്ടി വ്യവസായത്തിന്റെ ഭാഗമായി പ്രവർത്തിയെടുക്കുന്നത്, മത്സ്യത്തൊഴിലാളികളായി പ്രവർത്തിയെടുക്കുന്നത്, മത്സ്യത്തൊഴിലാളികളായി കടലിലേക്ക് പോയി പ്രവർത്തിയെടുക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും കഠിനാധ്വാനമാണ് കേരളത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുമാണ് കേരളത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതും ഭാവിയുടെ ഭാഗമായതും. More than anything else in the politics of a state and a nation, it is the people's voice that matters and the people's voice that has to be represented and spoken of. It is for this reason
that the Congress party has made a manifesto this time, which is the future vision for Kerala after coming from district to district, meeting with you, talking to you, understanding from different groups what it is they would like for the future of the state. എല്ലാ രാഷ്ട്രീയത്തിലും എല്ലാ കാലത്തും എല്ലാ സംസ്ഥാനത്തും രാഷ്ട്രീയത്തും ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കേണ്ടത് ജനങ്ങളുടെ ശബ്ദമാണ്, ജനങ്ങളുടെ ആവശ്യങ്ങളാണ് രാഷ്ട്രീയത്തെ മുൻപോട്ട് നയിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഈ പ്രാവശ്യം രാജ്യത്തെ ഈ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി നമ്മുടെ ഭാവിക്ക് വേണ്ടുന്ന ഒരു പ്രകടന പത്രികയുമായി കടന്നു വന്നിരിക്കുന്നത്. The Congress party recognizes that the people of Kerala are the real gold of Kerala. കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയുന്നു കേരളത്തിലെ യഥാർത്ഥ സ്വർണം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളാണെന്ന് കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയുന്നു. This is unfortunately very different from the Chief Minister and his government, who are too busy dealing with foreign gold and smuggling and giving out fishing contracts to multinational companies. കേരളത്തിലെ യഥാർത്ഥ സ്വർണം കേരളത്തിലെ ജനങ്ങളാണെന്ന് കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയുമ്പോൾ ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കേരളത്തിലെ യഥാർത്ഥ സ്വർണം ജനങ്ങളാണെന്ന് കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയുമ്പോൾ മുഖ്യമന്ത്രിയും ഗവൺമെന്റും വിദേശത്തുള്ള സ്വർണത്തിലും സ്വർണ്ണക്കടത്തിലും ഇവിടുത്തെ ആഴക്കടലിലെ കരാറുകൾ വിദേശക്കാർക്ക് കരാറായി കൊടുക്കുന്നതിലുമാണ് മുഖ്യമന്ത്രിയുടെയും ഭരണത്തിന്റെയും സർക്കാരിന്റെയും ശ്രദ്ധ. They have sworn allegiance to the Communist Manifesto, but actually they are following a corporate manifesto. ഈ ഗവൺമെന്റിന് വിധേയത്വം ഉണ്ടാവേണ്ടത് അവർ വിധേയത്വം പ്രഖ്യാപിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ്. പക്ഷേ And just like the Modi government at the center, their agenda is to sell the assets of Kerala to the corporates. നേരത്തെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയോടല്ല യഥാർത്ഥത്തിൽ അവർക്ക് വിധേയത്വം, പക്ഷേ കോർപ്പറേറ്റ് മാനിഫെസ്റ്റോയോടാണ്. അതുപോലെ കേന്ദ്രത്തിലെ മോദി ഗവൺമെന്റ് എങ്ങനെയാണോ ഈ രാജ്യത്തിന്റെ സമ്പത്ത് വിറ്റുകളയുന്നത്, അതുപോലെ കേരളത്തിന്റെ സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് വിറ്റ് നൽകുന്നതിലാണ് കോർപ്പറേറ്റ് മാനിഫെസ്റ്റോയുടെ വിധേയത്വം പുലർത്തുന്ന ഈ ഗവൺമെന്റിന്റെ താല്പര്യം. Basically, what you are faced with in this election is a choice between three different types of politics. ഈ ഇലക്ഷനിൽ, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുൻപിലുള്ളത് മൂന്ന് തരത്തിലുള്ള രാഷ്ട്രീയ ചിന്താഗതികൾക്കിടയിലുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ഉള്ളത്. The first being the politics of the CPM, which is the politics of violence, state repression and of scams. ആദ്യത്തേത് CPM-ന്റെ രാഷ്ട്രീയമാണ്, അക്രമത്തിന്റെ, ഗവൺമെന്റിന്റെ അടിച്ചമർത്തലിന്റെ, അഴിമതികളുടെ രാഷ്ട്രീയം. നിങ്ങളുടെ മുൻപിലുള്ള ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് ഈ രാഷ്ട്രീയമാണ്. The politics of the BJP, which spreads hate and divisiveness. ഈ രാജ്യത്ത് മുഴുവൻ വിദ്വേഷവും വിഭജനാത്മകതയും പരത്തുന്ന BJP-യുടെ രാഷ്ട്രീയമാണ് രണ്ടാമതായി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുൻപിലുള്ളത്. And the politics of the Congress that is building a future imagination of Kerala. മൂന്നാമതായി നിങ്ങളുടെ മുൻപിലുള്ളത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് ഭാവനയുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് മൂന്നാമതായി നിങ്ങളുടെ മുൻപിൽ ഈ തിരഞ്ഞെടുപ്പിലുള്ളത്. We have 50 young energetic candidates, many from working class homes, many from humble backgrounds. As I said before, we have our youngest candidate, Aretha Babu, who comes from humble beginnings, but she has worked hard and struggled to come where she is today. We have candidates who are poets, candidates who have campaigned extensively amongst the cashew factory workers and other workers of Kerala. നമ്മൾക്ക് ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരായ 50-ലധികം സ്ഥാനാർത്ഥികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വളരെ സാധാരണമായ ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്ന്, കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട് ഇവിടെ. അരിതയെ പോലെ സാധാരണ സാഹചര്യങ്ങളിൽ വന്ന് വളരെയധികം കഠിനാധ്വാനത്തോടുകൂടി ഇന്ന് ഈ അവസ്ഥ ഇവിടെ എത്തി നിൽക്കുകയാണ്. അതുപോലെ കവിത എഴുതുന്ന സ്ഥാനാർത്ഥികൾ നമുക്കുണ്ട്. അതുപോലെ കയർ വ്യവസായത്തിന്റെ ഭാഗമായി, കാഷ്യൂ വ്യവസായത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ നമ്മുടെ സ്ഥാനാർത്ഥികളായിട്ട് ഇന്ന് നമ്മുടെ മുൻപിലുണ്ട്. For the last 5 years, you have seen in Kerala the politics of the CPM, which is a politics of fear, of fraud and of favoritism. കഴിഞ്ഞ 5 വർഷങ്ങളായി നിങ്ങൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന CPM-ന്റെ രാഷ്ട്രീയം അതെന്താണ്? ഭയത്തിന്റെ രാഷ്ട്രീയം, തട്ടിപ്പിന്റെയും വഞ്ചനയുടെയും രാഷ്ട്രീയം, സ്വജനപക്ഷപാതത്തിന്റെ രാഷ്ട്രീയം. ഇതാണ് കഴിഞ്ഞ 5 വർഷങ്ങളായി കേരളത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
Tall promises were made to you in 2016. The LDF claims that they are representing a democratic political alternative. If that is the case, then why are they instilling fear in the people of Kerala? നിങ്ങൾ വളരെയധികം വലിയ വാഗ്ദാനങ്ങൾ LDF അധികാരത്തിൽ വന്നപ്പോൾ കേട്ടു. അവർ പറഞ്ഞത് ഞങ്ങൾ ജനാധിപത്യ ബദലാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊരു ജനാധിപത്യ ബദലാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഭയം നിറയ്ക്കുന്നത്? Many young Congress workers have been killed. പല ചെറുപ്പക്കാരായ കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. The government has spent money to defend their killers. They have lathi charged students who are raising legitimate demands of correct implementation of reservations. ഇതുപോലെ ചെറുപ്പക്കാരായ അനേകം കോൺഗ്രസ് പ്രവർത്തകരെ കൊന്നവരെ, കൊലപാതകങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ധാരാളം പണം ഈ ഗവൺമെന്റ് ചെലവാക്കിയിട്ടുണ്ട്. ന്യായമായ സംരക്ഷണത്തിന് വേണ്ടി, ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള നമ്മുടെ ചെറുപ്പക്കാരെ അവർ ലാത്തി ചാർജ് ചെയ്തിട്ടുണ്ട്. സംവരണത്തിന് വേണ്ടി പോരാടിയവരെ അവർ ലാത്തി ചാർജ് ചെയ്തിട്ടുണ്ട്. They have lathi charged members of their own alliance parties. അവരുടെ തന്നെ സഖ്യകക്ഷിയിലെ ആളുകളെ അവർ ലാത്തി ചാർജ് ചെയ്തിട്ടുണ്ട്. And while showing a lot of concern for the wrongs against women in other states, like the case of the girl in Hathras in UP, they have behaved in a manner in the Walayar rape case, which is very much similar to how the UP government has behaved in the Hathras case. മറ്റ് സംസ്ഥാനങ്ങളിലെ പെൺകുട്ടികളുടെ സുരക്ഷയെപ്പറ്റി വളരെയധികം വ്യാകുലത പുലർത്തുമ്പോൾ UPയിൽ ഹത്രാസിൽ പെൺകുട്ടിയുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചോ, അങ്ങനെ ആ സമയത്ത് UP ഗവൺമെന്റ് എങ്ങനെ പെരുമാറിയോ അതുപോലെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷയെപ്പറ്റി ആകുലത പുലർത്തുന്ന കേരള ഗവൺമെന്റ് വാളയാറിലെ കേസിൽ പെരുമാറിയതെന്ന് നിങ്ങൾ ഓർക്കണം. They tried to hide evidence. They tried to show it as a suicide. They diluted the investigation. The chairman of the Child Welfare Committee represented one of the accused as a lawyer. Instead of punishing policemen, instead of punishing people, the LDF government rewarded them. അവർ പലപ്പോഴും തെളിവുകൾ ഒളിപ്പിച്ചു വെക്കാൻ കൂട്ടുനിന്നു. പലപ്പോഴും അതിൽ ശിശുക്ഷേമ സമിതിയുടെ ആള് കുറ്റവാളികൾക്ക് വേണ്ടി ഹാജരായി. പലപ്പോഴും അവർ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് സ്ത്രീകൾക്ക് വേണ്ടി, മറ്റു സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾക്ക് വേണ്ടി വ്യാകുലത കാണിക്കുന്ന LDF ഗവൺമെന്റ് വാളയാറിലെ കേസിന്റെ കാര്യത്തിൽ ചെയ്തത്. In a state where we expect women to be encouraged, to be supported, to be strengthened, is this the kind of government that we want? ഇവിടുത്തെ സ്ത്രീകളെ സംരക്ഷിക്കണം, അവരെ ശക്തീകരിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് നമ്മൾ കരുതുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയാണോ സ്ത്രീകളുടെ കാര്യത്തിൽ, പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരു ഗവൺമെന്റ് പെരുമാറേണ്ടത്? I am sure that if the Chief Minister of UP came to campaign here, he would bring up issues like love jihad. But the CPM's own alliance partners today are speaking in the same language. എനിക്കറിയാം UPയുടെ മുഖ്യമന്ത്രി കേരളത്തിൽ പ്രചരണത്തിന് വന്നാൽ അദ്ദേഹം ഒരുപക്ഷെ ലവ് ജിഹാദിനെ പറ്റി സംസാരിച്ചേക്കും. പക്ഷേ ഇന്ന് CPMന്റെ സഖ്യകക്ഷികൾ ലവ് ജിഹാദിനെ പറ്റി അതേ ഭാഷയിലാണ് കേരളത്തിൽ സംസാരിക്കുന്നത്. There is a borderline fascist culture that they try to assert even in Kerala. കേരളത്തിലും ഫാഷിസ്റ്റ് സംസ്കാരത്തിന്റെ അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സംസ്കാരമാണ് ഈ ഗവൺമെന്റ് ഇവിടെ അടിച്ചേൽപ്പിക്കാനും ഇവിടെ ശക്തമായി നടപ്പിലാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Wanting the people to be afraid, forcing them to think and live in a particular way. ജനങ്ങളെ ഭീതിപ്പെടുത്തുക, ജനങ്ങൾ ഭയത്തിൽ ജീവിക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കണമെന്ന് പറയുക, ആ രീതിയിൽ നിങ്ങൾ തുടരണമെന്ന് പറയുക, അത് ഫാഷിസ്റ്റ് സംസ്കാരത്തിന്റെ ഒരു അറ്റത്ത് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. The greatest gift that our constitution has given us, the people of India, is the gift of freedom. നമ്മുടെ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾക്ക് നമ്മൾ ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. The freedom to be yourself, to express yourself. നിങ്ങളായിരിക്കാനുള്ള, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആശയപ്രകാശനം നടത്താനുള്ള സ്വാതന്ത്ര്യം, അതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം. The freedom to demand your rights. നിങ്ങളുടെ അവകാശങ്ങൾ ആവശ്യപ്പെടാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം. To fight for them, to raise your voice against injustice. നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം, അനീതിക്കെതിരെ നിങ്ങളുടെ ശബ്ദം ഉയർത്താനുള്ള സ്വാതന്ത്ര്യം, ഇത് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. Any government, whether it is left wing or right wing or of any other party, that attempts to suppress the voice of the people is not a government that can be called democratic.
It is not a government worthy of your support. ഏതെങ്കിലും ഒരു ഗവൺമെന്റ്, അത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ആകട്ടെ, ആ ഗവൺമെന്റ് ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്താൻ തുനിയുന്നുവെങ്കിൽ ആ ഗവൺമെന്റിനെ നിങ്ങൾക്ക് ഒരിക്കലും ജനാധിപത്യ ഗവൺമെന്റ് എന്ന് വിളിക്കാൻ സാധിക്കില്ല. ജനാധിപത്യ ഗവൺമെന്റ് എന്ന പേരിന് ആ ഗവൺമെന്റ് അർഹവുമല്ല. You have seen that not only are injustices heaped on you when you raise your voice to demand your rights, but this government has been a government of fraud and scams. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്താൻ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കെതിരെ അനീതി കാട്ടുന്ന ഗവൺമെന്റ് മാത്രമല്ല ഇത്. ഈ ഗവൺമെന്റ് അഴിമതികളുടെയും തട്ടിപ്പിന്റെയും വഞ്ചനയുടെയും കൂടെ ഒരു ഗവൺമെന്റ് ആണ്. Every time a new scam emerges, the chief minister says he has no idea about it. Then I want to ask him, if he has no idea what is happening under his nose, then who is running the government? ഓരോ പ്രാവശ്യവും ഓരോ പുതിയ അഴിമതി ഉയർന്നു വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറയും, എനിക്കതിനെപ്പറ്റി ഒന്നും അറിയുകയില്ല. അദ്ദേഹത്തിന് ഇതുപോലെ സ്വന്തം ഗവൺമെന്റിൽ നടക്കുന്ന ഒരു കാര്യത്തെ പറ്റിയും അദ്ദേഹത്തിന് അറിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കേണ്ടേ, ആരാണ് ഈ ഗവൺമെന്റ് ഭരിക്കുന്നത്, ആരാണ് ഈ ഗവൺമെന്റ് മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കണ്ടേ? In the EMCC scam, WhatsApp chats from his own office were revealed. EMCC അഴിമതിയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുള്ള വാട്സാപ്പ് ചാറ്റുകൾ, സംഭാഷണങ്ങൾ പുറത്തു വന്നു. More than anyone else, members of the fishing community understand that when he says he has no idea, he is not telling the truth. മറ്റെല്ലാവരെക്കാളും ഉപരി നമ്മുടെ നാട്ടിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് സത്യമല്ല എന്ന് നമ്മുടെ നാട്ടിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്കറിയാം. People from his office are allegedly involved in the gold scam. He says he has no idea. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ആളുകൾ സ്വർണ്ണക്കടത്തിൽ ബന്ധപ്പെട്ടവരാണ് എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്കറിയില്ല. The LDF government used proxy firms to receive funds from a foreign agency in the Kerala Life Mission project scam. കേരളത്തിലെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പകരക്കാരായിട്ടുള്ള ഫേമുകളെ ഉപയോഗിച്ച് വിദേശ പണം സ്വീകരിക്കാൻ ഗവൺമെന്റ് ഉപയോഗിക്കുകയാണ്. It appears that he knows nothing about this as well. നമുക്ക് അറിയാം, ഈ അഴിമതിയെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. They compromised personal data of lakhs of Kerala's citizens when they made a deal with the sprinkler company in the US without a confidentiality clause. രഹസ്യാത്മകത സൂക്ഷിക്കും എന്നൊരു എഗ്രിമെന്റ് നടപടിയില്ലാതെ സ്പ്രിംഗ്ലർ കമ്പനിക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിഗത വിവരങ്ങൾ നൽകുകയാണ് ആ കമ്പനിയുമായി കരാറുണ്ടാക്കിയപ്പോൾ ഈ ഗവൺമെന്റ് ചെയ്തത്. If we listen to what the chief minister says, it seems he must not even know about this. നമ്മൾ മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതിനെപ്പറ്റിയും അദ്ദേഹത്തിന് കാര്യമായി യാതൊരു അറിവുമില്ല. But perhaps worst of all, that in the flood fund scam, 15 crores of what was meant to be relief money for flood victims was taken by members of CPM and put into their accounts. ഇതിൽ ഏറ്റവും മോശമായതെന്ന് പറയാവുന്നത്, പ്രളയ തട്ടിപ്പ് അഴിമതി വന്നപ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് പ്രളയ ദുരിതാശ്വാസമായി നൽകേണ്ടിയിരുന്ന 15 കോടി രൂപയിലധികം CPM പ്രവർത്തകര് അത് തട്ടി വകമാറ്റി ഉപയോഗിച്ചു. The government has shown no fairness. As soon as they were appointed, they started filling posts with their own people. Thousands of youth protested against the CPM's method of backdoor appointments. ഗവൺമെന്റിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഗവൺമെന്റിന് യാതൊരു നീതിയുമില്ല എന്നാണ്. അവർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ 1000-ലധികം തസ്തികകളിലേക്ക് അവർക്ക് ആവശ്യമുള്ളവർ അവരുടെ ഇഷ്ടക്കാരെ നിയമിച്ചു. ധാരാളം പിൻവാതിൽ നിയമനങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുകയുണ്ടായി. They promised 20 lakh jobs. അവർ 20 ലക്ഷം ജോലികളാണ്, തൊഴിലവസരങ്ങളാണ് വാഗ്ദാനം ചെയ്തത്. It was a promise all of you believed in. ആ വാഗ്ദാനത്തിൽ നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചു. It was one of the reasons why you supported their government in your state. അത് ഈ ഇത്രയും തൊഴിലവസരങ്ങൾ എന്നതാണ് നിങ്ങൾ ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. But they did not provide those jobs. പക്ഷേ അവർ നിങ്ങൾക്ക് ആ ജോലികൾ തന്നില്ല, ആ തൊഴിലവസരങ്ങൾ നൽകിയില്ല. Instead they favored their own people and put them into whichever government job possible. അതിന് പകരം അവരെന്താണ് ചെയ്തത്? അവരുടെ ആൾക്കാരെ, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ, പാർട്ടിക്കാരെ, ഏതൊക്കെ ഗവൺമെന്റ് ജോബ് ഉണ്ടോ, അവിടെ ജോലി ഉണ്ടോ, അവരെ നിയമിക്കുകയാണ് ചെയ്തത്. They show favoritism even when a natural disaster strikes. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ പോലും അവർ സ്വജനപക്ഷപാതമാണ് കാണിക്കുന്നത്. There was a cyclone, there were floods, and many reports from across the state have come that those who were not allied with the CPM
Those who were not members of the CPM did not even get flood relief. ഇവിടെ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ, ചുഴലിക്കാറ്റ് വരുമ്പോൾ, പ്രളയം വരുമ്പോൾ അപ്പോൾ പോലും സഹായം നൽകുന്നതിൽ അവര് പാർട്ടിക്കാരല്ലാത്തവർക്ക് പലപ്പോഴും സഹായം നൽകിയിട്ടില്ല, CPM പ്രവർത്തകരല്ലാത്തവർക്ക് സഹായം നൽകിയിട്ടില്ല എന്ന ആരോപണങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. Instead of safeguarding the livelihood of the fishermen of Kerala, instead of supporting them and considering what the economy has gone through in the last year over Corona, instead of making them stronger, their interests were sold for 5,000 crores to corporates. നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് പകരം, അവരുടെ ഉപജീവന മാർഗ്ഗം സംരക്ഷിക്കുന്നതിന് പകരം, പ്രത്യേകിച്ചും കൊറോണ കാലത്ത് ഇത്രയും സാമ്പത്തിക ബാധ്യം ഉണ്ടാകുന്ന ഒരു കാലത്ത് സമ്പദ് വ്യവസ്ഥയെ പറ്റി ചിന്തിക്കുന്നതിന് പകരം ആഴക്കടൽ മത്സ്യബന്ധന കരാറിലൂടെ 5,000 കോടി രൂപയുടെ കരാറിലൂടെ ആ സമ്പത്ത് വിറ്റഴിക്കാനാണ് ഈ ഗവൺമെന്റ് താല്പര്യം കാണിച്ചത്. Their promises of reviving the cashew industry have fallen flat. കശുവണ്ടി വ്യവസായമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു വാഗ്ദാനങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല. They are not giving MSP even for paddy, rubber or coconut. നെല്ലിനും റബ്ബറിനും നാളികേരത്തിനും ഒന്നും അവർ താങ്ങുവില നൽകുന്നില്ല. The rubber industry is struggling due to unchecked imports from other countries. അനിയന്ത്രിതമായിട്ടുള്ള ഇറക്കുമതി കാരണം നമ്മുടെ റബ്ബർ industry is struggling. That's fine. റബ്ബർ വ്യവസായം ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കയർ വ്യവസായത്തിലുമുള്ളവർ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. In fact, if you see what has happened in the last 5 years, much like we see in the center, nothing much has been done to support you, to make your state stronger. But a lot of money has been pumped into PR, big hoardings, big advertisements about how much work has been done. But you are the people. You live lives and you have experiences which tell you the truth about the government and the politicians before you. നിങ്ങൾ കഴിഞ്ഞ 5 വർഷം നോക്കിയാൽ കേന്ദ്രത്തിലെ പോലെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ധാരാളം പൈസ ചെലവാക്കിയിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തെ ശക്തമാക്കുന്നതിനുള്ള ധാരാളം ശ്രമങ്ങൾ നടന്നിട്ടില്ല. പക്ഷേ കേരളത്തിലെ പോലെ കേന്ദ്രത്തിലെ പോലെ PR വർക്കിന് വേണ്ടി, പരസ്യത്തിന് വേണ്ടി, വലിയ വലിയ ഹോർഡിങ്ങുകളും പരസ്യം നടത്തുന്നതിന് വേണ്ടി ധാരാളം പൈസ കേരളത്തിലും ചെലവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കാണ് അറിയാവുന്നത് എന്താണ് ഇവർ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്കാണ്. You know better than anyone else which MLA has helped you, which one has not. You know better than anyone else which politician comes to you only during election and which one comes amongst you throughout the time of the term of the government. You know better than anyone else who has you in his heart and who doesn't. നിങ്ങൾക്ക് മറ്റാരെക്കാളും വളരെ നന്നായിട്ട് അറിയാവുന്ന നിങ്ങൾക്കാണ് ഏത് MLA ആണ് നിങ്ങളെ സഹായിച്ചിട്ടുള്ളത്, ഏത് MLA ആണ് നിങ്ങളെ സഹായിച്ചിട്ടില്ല എന്നുള്ളത്, ഏത് രാഷ്ട്രീയക്കാരനാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് എന്ന്, ഏത് രാഷ്ട്രീയക്കാരനാണ് അല്ലാത്ത മുഴുവൻ കാലഘട്ടത്തിലും നിങ്ങളോടൊപ്പം വന്നിട്ടുള്ളതെന്ന്, ആരുടെ ഉള്ളിലാണ്, ആരുടെ ഹൃദയത്തിലാണ് നിങ്ങൾ ഉള്ളതെന്ന് മറ്റാരെക്കാളും വ്യക്തമായി നിങ്ങൾക്കറിയാം. You know better than anyone else what Kerala needs. It needs honesty. She taught me honesty undavanam. Yes. Equality and prosperity undavanam. Sensitivity undavanam. നിങ്ങൾക്ക് മറ്റെല്ലാവരെക്കാളും നന്നായിട്ടറിയാം കേരളത്തിന് എന്താണ് വേണ്ടത്. ഓണസ്റ്റി ഉണ്ടാവണം, സത്യസന്ധത ഉണ്ടാവണം, പ്രോസ്പെരിറ്റി ഉണ്ടാവണം, സമൃദ്ധി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം, സംവേദനക്ഷമത ഉണ്ടാവണം. Does the LDF government have any of these qualities? ഈ പറഞ്ഞ 3 ഗുണങ്ങളിൽ ഏതെങ്കിലും, സത്യസന്ധത, കേരളത്തിന്റെ സമൃദ്ധി, സംവേദനക്ഷമത, ഇതിലെ 3-ൽ ഏതെങ്കിലും ഇന്നത്തെ LDF ഗവൺമെന്റിനുണ്ടോ? It's very clear that it does not. ഇത് വളരെ വ്യക്തമാണ്. ആ ഗവൺമെന്റിന് ഇതിലൊന്നുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്.